അടുത്തത് നിയമനിർമ്മാണത്തെക്കുറിച്ചാണ്. അപ്പോൾ 1928 ഒരു ഉത്തരവ്, 1936 ഉത്തരവ്, ഇതൊക്കെ ഇതിൻ പ്രകാരം ഈ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളിൽ കൂടിയും ജാതി പരിഗണന കൂടാതെ എല്ലാവർക്കും തുറന്നു കൊടുക്കാനായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നത് 1928 അതേപോലെ 1936 ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂർ വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ചു. അധികം വൈകാതെ കൊച്ചിയിലും ഇത്തരം സമാനമായ ഉത്തരവുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കത്തായത്തിൻ്റെ ദായക്രമത്തിലും പരിഷ്കരിക്കുകയും ചെയ്തു. 1912 1925 നായർ ആക്റ്റുകൾ, ഈഴവ ആക്ട് എന്നിവയെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വ്യക്തി ജീവിതത്തിൽ ഈ ആക്റ്റുകളൊക്കെ വലിയ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ചു. 1933 മലബാർ പ്രദേശത്തുണ്ടായ നിയമത്തോടെ മരുമക്കത്തായം നിലവിലിരുന്ന മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ മരുമക്കൾക്കാണ് അധികാരം, സ്വത്തിൻ്റെയൊക്കെ അവകാശമുണ്ടായിരുന്നത്. അപ്പം മരുമക്കത്തായം നിലനിന്നിരുന്ന മുസ്ലിം തറവാട്ടിലെ അംഗങ്ങൾക്ക് മക്കത്തായ സമ്പ്രദായമനുസരിച്ചുള്ള തറവാട്ട് സ്വത്ത് ലഭിച്ചു. അതുവരെ മരുമക്കൾക്കായിരുന്നു സ്വത്തിൻ്റെ അവകാശമുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു നിയമം വന്നതോടുകൂടി മക്കൾക്ക് സ്വത്തിന്മേലുള്ള അവകാശം ലഭിച്ചതായിട്ട് പറയുന്നു. തിരുവിതാംകൂർ സർക്കാർ 1865 വിളംബരം ചെയ്ത ഭൂനിയമം പല അനീതികൾക്കും പരിഹാരമായി. ഭൂമി കൈവശം വെച്ചിരുന്നവർക്ക് ജന്മാവകാശം നൽകിയത് കൂടാതെ അക്രമ രീതിയിലുള്ള കുടിയൊഴിപ്പിക്കലുകൾക്ക് തടയാനും ഇത് ഉപകരിച്ചു. 1938 കൊച്ചിയിൽ കുടിയാൻ നിയമം കുടിയൊഴിക്കലിനെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ കൂടുതൽ ഗുണകരമാക്കി. 1930 പാസ്സാക്കിയ മലബാർ കുടിയാൻ നിയമം 1963 ഭൂനിയമപ്രകാരം കുടിയാന്മാർക്ക് പൂർണ്ണമായ അവകാശം ലഭിക്കുന്നു. 1961 കാർഷിക ബന്ധന നിയമം ഭൂമിക്ക് പരിധി നിശ്ചയിക്കുന്നു. 1970 നടപ്പിലാക്കിയ പരിധി നിയമപ്രകാരം 2 അതിൽ കൂടുതലോ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് 10 ഏക്കർ ഭൂമി കൈവശം വയ്ക്കാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. റബ്ബർ, തേയില, കാപ്പി എന്നിങ്ങനെ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളും സ്വകാര്യ വനങ്ങളും കാർഷിക ആവശ്യങ്ങൾക്കുള്ളതല്ലാത്ത ഭൂമിയും വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള ഭൂമിയും പരിധി വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്.